മകൾ ഗ്രേസിന്റെ മദറിലോയാണ് അന്നമ്മ സാമുവൽ ആന്റി. ഒരു വാക്ക് അനുശോചനം മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മകനാണ് ഇവിടുത്തെ മൂത്ത മകളെ വിവാഹം ചെയ്തിരിക്കുന്നത്. ആ വിവാഹത്തിന് മുൻപ് തന്നെ ഞങ്ങൾ വളരെ സ്നേഹബന്ധത്തിൽ തന്നെ കഴിഞ്ഞവരാണ്. പറഞ്ഞാൽ ഞങ്ങൾ ഒരേ സഭയിലായിരുന്നുകൊണ്ട് സൈന്യ സമാജത്തിൻ്റെ മീറ്റിങ്ങുകൾക്കൊക്കെയും വരികയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഈ വിവാഹബന്ധത്തിൽ കൂടെ ഇങ്ങനെ ഒരു ബന്ധം കൂടെ ഞങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. അന്ന് മുതൽ അറിഞ്ഞ കാലം മുതൽ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഇന്ന് വരെയും കഴിയുന്നത് ഇരു കുടുംബങ്ങൾക്കും സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലാമ്മയുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ വളരെ ധന്യമായ ജീവിതം നയിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ അവസാനമായിട്ട് കാണുന്നത് ഈ 2013 ഓഗസ്റ്റ് 15-ാം തീയതി ഞങ്ങളുടെ ഭവനത്തിലൊരു ഭവനപ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അതിന് സംബന്ധിക്കുന്നതിന് തിരുവനന്തപുരം വെച്ച് ലീലാമ്മയും കൂടെ വന്നു ഞങ്ങളോടൊപ്പം 2 ദിവസം താമസിച്ചു. വളരെയധികം കാര്യങ്ങളൊക്കെ പറയുവാനും സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു പോവുകയായിരുന്നു. അവിടെ ചെന്ന് അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഇപ്പോഴാണ് കാണാനിടയായത്. ഞങ്ങൾ ലീലാമ്മ ഓർക്കുമ്പോൾ ലീലാമ്മ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അവനെ വലങ്കരക്ക് പിടിച്ചിരിക്കാൻ പിന്നെ അവനെ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളുന്നുള്ള ആ വിശ്വാസത്തിലും പ്രത്യാശയിലുമാണ് ജീവിച്ചിരുന്നത്. അതുപോലെ എനിക്ക് ഓർക്കുവാനോ പല കാര്യങ്ങളുണ്ട്. ദൈവം നടത്തുന്ന വഴികൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഒക്കെയും വളരെ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ വളർത്തി അവരുടെ എല്ലാ നന്മയും കണ്ട് സന്തോഷിച്ച് സങ്കീർത്തനത്തിൽ പറയുന്ന മക്കളുടെയും കാണുമെന്നുള്ള ആ വാക്ക് പോലെ തന്നെ കൊച്ചുമക്കളെ എല്ലാം കാണുവാനും കുഞ്ഞുങ്ങളുടെ നന്മ അനുഭവിക്കുവാനും നന്മ കണ്ട് സന്തോഷിക്കാനും അങ്ങനെ തൃപ്തിയായി ഈ ലോകം വിട്ട് കടന്നു പോകുവാനും ദൈവം ഇടയാക്കി തീർത്തു. ആ സന്തോഷം മാത്രമാണ് നമുക്ക് ശേഷിക്കുന്നത്. ദുഃഖം, വേർപാടിൽ ദുഃഖം എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സന്തോഷം ഈ കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ലാത്ത ലോകത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. നമുക്കും ഒരു പ്രത്യാശയുണ്ട്. അതിൽ കൂടെ ലീലാമ്മ കാണിച്ചു തന്ന ആ മാതൃകയിൽ കൂടെ തന്നെ കുഞ്ഞുങ്ങളും മറ്റുള്ളവരും എല്ലാവരും അവിടെ ചെന്നു ചേരാനായിട്ട് ഒരുക്കമുള്ളവരായിട്ട് തീരണം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവര് ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെ എന്നും ശോഭിക്കുമെന്ന്. ആ വചനം പോലെ തന്നെ ആകാശമേഘങ്ങളിൽ ഒരു നക്ഷത്രമായിട്ട് എന്നും ശോഭിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് ഇന്ന് ലീലാമ്മ ആയിരിക്കുകയാണ്. അതുപോലെ നമുക്കും ഒരു പ്രത്യാശ വേണം. നമുക്ക് അതുപോലെ തന്നെ ജീവിക്കണം. ഞാനും അതിനു വേണ്ടിയിട്ട് ഞാനാണ് ലീലാമ്മയേക്കാൾ വളരെയധികം പ്രായം കൂടിയ ആളാണ് ഞാൻ. അതിനും എനിക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തിരുമേനി ഓർത്ത് കുഞ്ഞുങ്ങളെ പ്രയാസത്തിലും ദുഃഖത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ഈ കുടുംബത്തിന്റെ അടുത്ത ബന്ധുവായിരിക്കുന്ന ടിറ്റോ തോമസ് ഒരു വാക്ക് അനുശോചനം.
ഞാൻ ഇവിടെ നിൽക്കുന്നത് ലീലക്കുട്ടി ആൻറ്റിയുടെ ആങ്ങളുടെ മകളുടെ ഭർത്താവ് എന്നുള്ള നിലയ്ക്കാണ്. ഈ കുടുംബത്തോട് ഏറ്റവും അടുത്ത് ഇടപെടുവാനായിട്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ സെക്കൻഡ് ഹോമായിരുന്നിത്. ഞങ്ങൾ മിഷണറികളായിരുന്ന സമയത്തും ഇവിടെ ഉള്ളപ്പോഴൊക്കെയും പുന്നമേലിലേക്ക് വരുമ്പോൾ ശാന്തിയുടെ പേരൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ലീലക്കുട്ടി ആൻറ്റിയുടെ ഇവിടെ താമസിക്കുകയും ആ സ്നേഹവും ശുശ്രൂഷയൊക്കെ ഏൽക്കുവാനുള്ള ഭാഗ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ലീലക്കുട്ടി ആൻറ്റി വളരെ ജെനുവിനായിട്ടുള്ള ഒരാളായിരുന്നു. ഒന്നും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലില്ലാത്ത ഒരു കാര്യം ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. മനസ്സിലുള്ളതുപോലെ മാത്രമേ പെരുമാറത്തുള്ളായിരുന്നു. അല്ലാതെ ഒരു പൊയ്മുഖം ഒട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നിഷ്കളങ്കതയും സ്നേഹവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈവൻ അവസാന സമയങ്ങൾ പോലും മന്ദിരത്തിലായിരുന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഏകദേശം ഒരു മാസം അടുത്ത് നിന്ന് ശുശ്രൂഷിക്കാനും ഒക്കെയുള്ളൊരു അവസരം ലഭിച്ചു. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയും ആ ഒരു സ്നേഹവും ഒക്കെ വിശ്വാസമൊക്കെ ലീലക്കുട്ടിയാൻറ്റിയുടെ നേരിട്ട് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ലീലക്കുട്ടി ആൻറ്റി യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ കാണിച്ചു തന്നതോടൊപ്പം അതിലുപരിയായിട്ട് എങ്ങനെയാണ് മരിക്കേണ്ടതെന്നുകൂടെ കാണിച്ചു തന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അന്ത്യം എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ശരിയായിട്ടുള്ള രീതിയിൽ ജീവിതത്തിലൂടെ കാണിക്കുകയും അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ആൻറ്റിയാണ് ലീലക്കുട്ടി ആൻറ്റി. അപ്പോഴും ഞങ്ങളുടെ മനസ്സുകളിൽ അത് തിങ്ങി നിൽക്കും. ആ ഓർമ്മകൾ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതും സാധിച്ചു. അങ്ങനെ എല്ലാ വിധത്തിലും ആ സ്നേഹം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. പ്രത്യേകിച്ച് മക്കളെല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു സഹോദരങ്ങളെ പോലെയാണ്. അതൊക്കെയും ലീലക്കുട്ടി ആൻറ്റിയുടെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷനായിരുന്നു. തിരുമേനിയും അവരുടെ കുടുംബജീവിതത്തിലും ദൈവം വളരെയധികം അനുഗ്രഹങ്ങൾ പ്രവർത്തിച്ചു. മക്കളെല്ലാവരും രക്ഷിക്കപ്പെട്ടു. സുവിശേഷ വേലയിലാണ്. അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ സമയത്ത് ഇനിയും പുന്നമേലിലെ ലീലക്കുട്ടി ആൻറ്റി ഇല്ലല്ലോ എന്നോർക്കുമ്പോഴുള്ള ദുഃഖം വളരെയധികം ഉണ്ട്. എങ്കിലും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള പ്രത്യാശയും സന്തോഷവും വീണ്ടും കാണാം എന്നുള്ള വലിയ ആ ഒരു മെസ്സേജ് തന്നതിന് ശേഷമാണ് ലീലക്കുട്ടി ആൻറ്റി പോയിരിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം എല്ലാവരുടെയും ഹൃദയങ്ങളിന്മേൽ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കൊച്ചുമ്മയുടെ ഭൗമിക ശരീരം പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്ത് വെച്ച് കാണാനുള്ള സൗകര്യവും ക്രമീകരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, നിന്റെ വലിയ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. നീ തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ലീലാമ്മ കൊച്ചമ്മയുടെ ജീവിതത്തിനായിട്ട് നന്ദിയോടങ്ങി വാഴ്ത്തുകയാണ്. 71 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ധന്യമായ ഒരു ജീവിതം കാഴ്ചവെച്ച് തന്നെ കർത്താവേൽപ്പിച്ച ഓട്ടം നല്ലതായി തുടങ്ങി വളരെ കർത്താവെ സുസ്ഥിരമായി ആ ഓട്ടം നയിച്ച് കർത്താവെ ഓട്ടം തികച്ച് നിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് അവരുടെ ജീവിതത്തിനായിട്ട് നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. മക്കളെയൊക്കെ കണ്ട് സന്തോഷിപ്പാൻ കൊടുത്ത അവസരത്തിനായിട്ട് നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. തിരുമേനയുടെ ജീവിതത്തിൽ കർത്താവ് വിറ്റ സഖിയായി കർത്താവെ കൈത്താങ്ങൽ കൊടുത്ത് ശുശ്രൂഷയുടെ മുഖത്തൊരുമിക്ക് ഒറ്റക്കെട്ടായി ഒരേ ഹൃദയത്തോടെ ആത്മാർത്ഥതയോടെ അങ്ങയുടെ ജീവിതത്തിന് വേണ്ടി കർത്താവെ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി കർത്താവെ ജീവിതം വേറിട്ട് കർത്താവെ ഓടിയതായ അതിന്റെ ജീവിതത്തിനായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. നിന്റേതായ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് നിന്റെ ദാസിയെ അങ്ങ് ചേർത്തും. ഇനിയും പ്രിയ ഭവനത്തിലേക്ക് പ്രിയദാസി മടങ്ങി വരികയില്ലല്ലോ. എന്നാൽ പ്രിയദാസിയെ കാണാനുള്ള ഒരു വലിയ വഴി, നിത്യതയുടെ വഴി, പുതുജീവന്റെ വഴി നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നോർത്ത് നന്ദിയോടങ്ങി സ്തുതിക്കുകയാണ്. കർത്താവെ, നിന്റെ മകൾക്ക് കർത്താവെ വലിയ മഹത്വമേറിയ ഒരു യാത്രയപ്പ് നൽകി. ഈ യാത്രയിൽ കൂടി അനേകർ നിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ
ഉള്ള അവസരമാക്കി ഇതിനെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ നിന്നും കർത്താവെ പുറത്തേക്ക് ഈ ഭൂമി ശരീരം ഞങ്ങൾ എടുത്തു വയ്ക്കുന്നു. നിന്റെ കൃപ ശേഷമുള്ള ശുശ്രൂഷയ്ക്ക് കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ബോഡി പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ അകത്ത് വയ്ക്കുന്ന ആൾക്കാർ പുറത്തോട്ടൊന്നിറങ്ങണം, സൗകര്യത്തിന് വേണ്ടിയാണ്.